നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് 1930-ൽ മിസ്കാറ്റോണിക് യൂണിവേഴ്സിറ്റി അന്റാർട്ടിക്കയിലേക്ക് നടത്തിയ കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്തത്ര അമ്പരപ്പിക്കുന്നൊരു പര്യവേഷണത്തിന്റെ കഥയിലേക്കാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ശാസ്ത്രയാത്രയായി തോന്നാം, അല്ലേ? എന്നാൽ മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ച ഒരു സിനിമാ കഥയേക്കാൾ ഉദ്വേഗജനകമായൊരു യാത്രയായിരുന്നു അത്. നമുക്ക് നേരെ ആ മരവിപ്പിക്കുന്ന ലോകത്തേക്ക് പോകാം. ഡോക്ടർ ഡയർ എന്ന ശാസ്ത്രജ്ഞന്റെ നിസ്സഹായത നിറഞ്ഞ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സ്റ്റാർക്ക്വെതർമോർ പര്യവേഷണ സംഘം അന്റാർട്ടിക്കയിലെ ആ മഞ്ഞുമലകളിലേക്ക് പോകുന്നതിനെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ വിലക്കുകയാണ്. കാരണം അവിടെ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ലോകം അറിയാൻ പാടില്ലാത്തത്ര ഭയാനകമാണ്. ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിറയലുണ്ടാകുന്നില്ലേ? എന്തായിരിക്കും അദ്ദേഹം അവിടെ കണ്ടത്? സത്യത്തിൽ ഈ യാത്രയുടെ തുടക്കം വളരെ വ്യക്തവും കൃത്യവുമായ ഒരു ലക്ഷ്യത്തോടെയായിരുന്നു. പ്രൊഫസർ പാബോഡി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഡ്രില്ലുകളുമായി ഭൂമിയുടെ ഏറ്റവും ആഴങ്ങളിലുള്ള പാറകളുടെ സാമ്പിളുകൾ ശേഖരിക്കാനാണ് അവർ പോയത്. ഏറ്റവും മികച്ച ക്യാമറകളിൽ പകർത്തിയാൽ ലഭിക്കുന്ന അതിമനോഹരമായ എന്നാൽ കഠിനമായ ഒരു മഞ്ഞുലോകം. പ്രകൃതിയുടെ ആ വെല്ലുവിളികൾക്ക് നടുവിലും തികച്ചും ശാസ്ത്രീയമായൊരു ദൗത്യമായിരുന്നു അവരുടേത്. പക്ഷേ കഥ മാറുന്നത് അവിടെയാണ്. ഈ പര്യവേഷണത്തിന്റെ ഗതി മുഴുവൻ പ്രൊഫസർ ലേക്ക് മാറ്റിമറിച്ചു. വളരെ പഴക്കമുള്ള ചില സ്ലേറ്റ് പാറകളിൽ ത്രികോണാകൃതിയിലുള്ള വിചിത്രമായ ചില അടയാളങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഇതോടെ യാത്രയുടെ യഥാർത്ഥ പാതയിൽ നിന്ന് മാറി ആരും ഇതുവരെ പോകാത്ത വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അതൊരു വല്ലാത്ത റിസ്ക്കായിരുന്നു. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? 50 കോടി വർഷങ്ങൾ. അതെ, ഈ അടയാളങ്ങൾ കണ്ടെത്തിയ പാറകൾ കാംബ്രിയൻ കാലഘട്ടത്തിലുള്ളതാണ്. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര പഴക്കം. പരിണാമം സംഭവിച്ച ഒരു ജീവിയുടെ അടയാളം അത്രയും പഴയൊരു പാറയിൽ കണ്ടെത്തുക എന്നത് സയൻസിനെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. അതാണ് ലേക്കിനെ അത്രത്തോളം ആവേശഭരിതനാക്കിയത്. ജനുവരി 22. അന്ന് രാത്രി കാര്യങ്ങൾ ശരിക്കും കൈവിട്ടുപോയി. പ്രൊഫസർ ലേക്കിൽ നിന്ന് തുടർച്ചയായി റേഡിയോ സന്ദേശങ്ങൾ വന്നു തുടങ്ങി. 10:05 അവർ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ പർവ്വതനിരകൾ കണ്ടെത്തി. 10:15 ആയപ്പോഴേക്കും ജീവശാസ്ത്ര നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന വിചിത്രമായ ഫോസിലുകൾ കണ്ടെത്തി. ഒടുവിൽ രാത്രി 11:30 അത്തരം 14 ഭീമാകാരമായ ശരീരങ്ങളാണ് അവർ മഞ്ഞിൽ നിന്ന് കുഴിച്ചെടുത്തത്. എന്തൊരു ദിവസമായിരുന്നിരിക്കണം അത്! ആ ജീവികളിൽ ഒന്നിനെ കീറിമുറിച്ച് പരിശോധിച്ചപ്പോൾ ലേക്ക് കണ്ട വിവരങ്ങൾ അവിശ്വസനീയമായിരുന്നു. ചിന്തിച്ചു നോക്കൂ, സങ്കീർണമായ നാഡീവ്യൂഹവും 5 ഭാഗങ്ങളുള്ള തലച്ചോറുമുള്ള ഒരു മൃഗം. എന്നാൽ സസ്യങ്ങളെപ്പോലെ സ്പോറുകൾ ഉപയോഗിച്ചാണ് അവയുടെ പ്രത്യുൽപാദനം. പോരാത്തതിന് കടും പച്ച നിറത്തിലുള്ള രക്തവും ഒരിക്കലും നശിക്കാത്ത തരം ശരീരകലകളും. ഭൂമിയിലെ ഒരു ജീവിക്കും ഇത്തരമൊരു ഘടന ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. നമ്മുടെ സയൻസിന് ഈ ജീവികളെ വർഗീകരിക്കാൻ കഴിയില്ലെന്ന് ലേക്കിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പഴയ മിത്തോളജിയിൽ നിന്ന് ഒരു പേര് കടമെടുത്തു: ദി എൽഡർ തിങ്സ്. 8 അടി നീളമുള്ള വലിയ ചിറകുകളുള്ള ഈ രാക്ഷസ ജീവികൾ ശാസ്ത്രീയ നിർവചനങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്നവയായിരുന്നു. ശരിക്കും ഈ പര്യവേഷണത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വഴിത്തിരിവും ഇതുതന്നെയായിരുന്നു. അവിടെ കാര്യങ്ങൾ പതുക്കെ ഭയാനകമായി മാറാൻ തുടങ്ങുകയാണ്. ക്യാമ്പിനെ തണുത്തുറഞ്ഞ ഒരു കൊടുങ്കാറ്റ് വരിഞ്ഞുമുറുക്കി. എന്നാൽ അതിനേക്കാൾ ഭീകരമായിരുന്നു അവിടെ നടന്ന മറ്റൊരു കാര്യം. മഞ്ഞിൽ നിന്ന് പുറത്തെടുത്ത ആ ശരീരങ്ങൾ അലിയാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് അസഹനീയമായ ഒരു ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അത് സഹിക്കാൻ കഴിയാതെ ആ ക്യാമ്പിലുണ്ടായിരുന്ന 37 സ്ലെഡ്ജ് നായ്ക്കളും അക്രമാസക്തരായി. ആ ഭയം അക്ഷരാർത്ഥത്തിൽ അവിടെ തുടങ്ങുകയായിരുന്നു. ഡോക്ടർ ഡയറിന്റെ രക്ഷാപ്രവർത്തക സംഘം അവിടെ എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിച്ചത്? കൊടുങ്കാറ്റിൽപ്പെട്ട് ക്യാമ്പിലുള്ളവർക്ക് പ്രാന്ത് പിടിച്ച് പരസ്പരം കൊന്നതായിരിക്കാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. അവിടെ അവർ കണ്ടത് തികച്ചും മൃഗീയമായൊരു കൊലക്കളമാണ്. മനുഷ്യരെയും നായ്ക്കളെയും വളരെ കൃത്യതയോടെ ഒരു സർജനെപ്പോലെ ആരോ കീറിമുറിച്ചിരിക്കുന്നു. ആ ക്യാമ്പിലെ കാഴ്ചകൾ ആരുടെയും ഉറക്കം കെടുത്തുന്നതായിരുന്നു. 11 മനുഷ്യരും നായ്ക്കളും അവിടെ മരിച്ചു കിടക്കുന്നു. വെറുതെ കൊന്നതല്ല, വളരെ കൃത്യതയോടെ അവരുടെ ശരീരത്തിൽ നിന്നും മാംസം നീക്കം ചെയ്തിരിക്കുന്നു. ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം, ഈ മൃതദേഹങ്ങൾക്ക് ചുറ്റും ഉപ്പു വിതറിയിരുന്നു എന്നതാണ്. അതോടൊപ്പം കേടുപാടുകളൊന്നുമില്ലാതിരുന്ന ആ 8 എൽഡർ തിങ്സിന്റെ ശരീരങ്ങളും അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ഇതൊരിക്കലും സാധാരണ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ പണിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. അവിടെ കണ്ട മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആ ശവകുടീരങ്ങൾ. കേടുപാടുകൾ സംഭവിച്ച 6 എൽഡർ തിങ്സ് ശരീരങ്ങൾ അവിടെ മഞ്ഞിൽ കുഴിച്ചിട്ടിരുന്നു. പക്ഷേ വെറുമൊരു കുഴിയല്ല, കൃത്യമായി 5 കോണുകളുള്ള നക്ഷത്രാകൃതിയിലാണ് ആ മഞ്ഞുകൂനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർമ്മയില്ലേ നേരത്തെ കുഴിച്ചെടുത്ത ഫോസിലുകളുടെ അതേ രൂപം? ആർക്കാണ് ഇത്രയും കൃത്യതയോടെ അവയെ അടക്കം ചെയ്യാൻ സാധിക്കുക? ഇതിനിടയിൽ സംഘത്തിലെ ഗെട്നി എന്നൊരാളെയും ഒരു നായയെയും കാണാനില്ലായിരുന്നു. സ്വാഭാവികമായും ഗെട്നിക്ക് ഭ്രാന്തു പിടിച്ച് എല്ലാവരെയും കൊന്നതിനുശേഷം ഒളിച്ചോടിയതാകാം എന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ,
ആ ക്യാമ്പിലെ ക്രൂരതയും അവിശ്വസനീയമായ കൃത്യതയും വെച്ചു നോക്കുമ്പോൾ ഇതൊരു മനുഷ്യന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? ഒരിക്കലുമില്ല. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി ഡയറും ഡാൻഫോർത്തും ഒരു തീരുമാനമെടുത്തു. ഭാരം കുറച്ചൊരു വിമാനത്തിൽ അവർ ആ ഭീമാകാരമായ കൊടുമുടികൾക്ക് മുകളിലൂടെ പറക്കാൻ തുടങ്ങി. 35,000 അടിയോളം ഉയരമുള്ള ലോകമിതുവരെ കാണാത്ത ആ പർവ്വതനിരകൾക്കപ്പുറത്തേക്കൊരു യാത്ര. തികച്ചും അജ്ഞാതമായൊരു ലോകത്തേക്കുള്ള ആ പറക്കൽ വിഷ്വൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഏതൊരു സിനിമയും വെല്ലുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ കൊടുമുടി കടന്നപ്പോൾ അവർ കണ്ട കാഴ്ച അത് ശരിക്കും മനുഷ്യരാശിയുടെ സങ്കല്പങ്ങൾക്കപ്പുറമായിരുന്നു. കണ്ണെത്തുന്നിടത്തോളം പരന്നുകിടക്കുന്ന അതിവിശാലമായൊരു കൽനഗരം. മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന ആ നഗരം മനുഷ്യൻ ഭൂമിയിലുണ്ടാകുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടതാണ്. ഭൂമിയുടെ ചരിത്രം നമ്മൾ കരുതിയതുപോലെയല്ല എന്നുറക്കെ വിളിച്ചു പറയുന്നൊരു നിമിഷം. ആ നഗരത്തിന്റെ വാസ്തുവിദ്യ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ശരിക്കും ഞെട്ടും. നമ്മുടെ ഗണിതശാസ്ത്ര നിയമങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. തേനീച്ചക്കൂട് പോലെയുള്ള കെട്ടിടങ്ങൾ, അതിഭീമമായ കരിങ്കല്ലുകൾ. ഏറ്റവും ശ്രദ്ധേയമായത് അവയെല്ലാം 5 കോണുകളുള്ള നക്ഷത്രാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. അതായത് അവർ കണ്ടെത്തിയ ആ വിചിത്രജീവികളുടെ തലയുടെ അതേ ആകൃതി. ഒരു വലിയ പസിൽ പോലെ എല്ലാം അവിടെ ഒത്തുചേരുകയായിരുന്നു. ഇനി നമുക്കൊന്ന് താഴെ ഇറങ്ങി നോക്കിയാലോ? വിമാനമിറങ്ങി ആ വലിയ കെട്ടിടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ മനുഷ്യർ എത്ര നിസ്സാരന്മാരാണെന്ന് അവർക്ക് തോന്നി. തകർന്നു വീഴാറായ ആ ഭീമാകാരമായ കൽമതിലുകളും ഇരുട്ടിലേക്ക് തുറക്കുന്ന ഗുഹാമുഖങ്ങളും അവരിൽ വല്ലാത്തൊരു ഭയമുണ്ടാക്കി. ഓരോ ചുവടുവെക്കുമ്പോഴും അവർ അനുഭവിച്ച ആ ഒരു പേടി നമുക്കും ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. അവിടെ വെച്ചാണ് അവരെ കാത്തിരുന്ന ആ വലിയ സത്യം അവർ മനസ്സിലാക്കുന്നത്. വെറുമൊരു കടൽ ജീവികളാണെന്നവർ കരുതിയ മഞ്ഞിൽ നിന്നവർ കുഴിച്ചെടുത്ത ആ ഫോസിലുകൾ വെറും മൃഗങ്ങളായിരുന്നില്ല. അതിബുദ്ധിമാന്മാരായ ജീവികളായിരുന്നു അവർ. ഈ കാണുന്ന നഗരം നിർമ്മിച്ചത് അവരാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, നമ്മൾ ഭൂമിയിലെത്തുന്നതിനു മുൻപേ ഇവിടെ ഭരണം നടത്തിയിരുന്നത് ഈ എൽഡർ തിങ്സ് ആയിരുന്നു. ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് നമുക്ക് വീണ്ടും ആ ക്യാമ്പിലെ കാഴ്ചകളിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാം. കൂട്ടക്കൊല നടന്ന അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാനാകുന്നുണ്ടോ? ആ 8 എൽഡർ തിങ്സിന്റെ ശരീരങ്ങൾ എങ്ങനെ അപ്രത്യക്ഷമായി? കീറി മുറിക്കപ്പെട്ടവയെല്ലാം ഒരാചാരം പോലെ അവിടെ അടക്കം ചെയ്യപ്പെട്ടിരുന്നു. മനുഷ്യരെയും നായ്ക്കളെയും കൊന്ന് ശാസ്ത്രീയമായി കീറിമുറിച്ചത് ഗഡ്നിയായിരുന്നില്ല. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആ അതിബുദ്ധിമാന്മാരായ ജീവികളായിരുന്നു. അപ്പോൾ ഈ അവതരണത്തിന്റെ അവസാനം വളരെ നിർണായകമായൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ജീവികൾക്ക് ഒരിക്കലും നശിക്കാത്ത ശരീരകലകളാണുണ്ടായിരുന്നതെന്ന് ഓർക്കുക. ലേക്ക് അവയെ മഞ്ഞിൽ നിന്ന് പുറത്തെടുത്ത് ചൂടാക്കിയപ്പോൾ അവ വെറുതെ ഉരുകുകയായിരുന്നില്ല. മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് അവ ഉണരുകയായിരുന്നു. തങ്ങളുടെ ലോകത്ത് അതിക്രമിച്ചു കയറിയ മനുഷ്യരെ അവ എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ ആ മഞ്ഞിൽ നിന്ന് മനുഷ്യർ കണ്ടെത്തിയത് വെറും ഫോസിലുകളെയായിരുന്നില്ല, മറിച്ച് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേടിസ്വപ്നത്തെയായിരുന്നു. ഈ ഒരു ചിന്ത നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ഉറപ്പായും കൂടുതലറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. ഈ യാത്രയിൽ ഒപ്പം ചേർന്നതിന് നന്ദി.